ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കാം. ക്രിസ്മസ് ഒക്കെ വരികയാണ്, ഇപ്പോൾ ഒരു വെറൈറ്റി വേണ്ടേ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു സ്നാക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കും. പിന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കും. ഒരു നുള്ള് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇത് 10 മിനിറ്റോടെ മാറ്റി വയ്ക്കാം. അതിനിടയിൽ അതിനൊരു ഫില്ലിങ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ ഞാനൊരു 10 കശുവണ്ടി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 10 ബദാം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഈന്തപ്പഴം അതും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ആപ്പിൾ അതിൻ്റെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് അനാർ ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതാണ് ഇതിലേക്കുള്ള ഫില്ലിങ്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ബെസ്റ്റാണ്. ഫ്രൂട്ട്സും ഇതുപോലെ നട്ട്സും എല്ലാം അകത്തേക്ക് പോയിക്കോളും. ഇതൊക്കെ ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നല്ലതാണ്. എല്ലാവർക്കും നല്ലത് തന്നെയാണ്. കാരണം എല്ലാം നല്ല ചേരുവകളാണ് ചേരുന്നത്. ഈന്തപ്പഴമൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വിടിവിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. മേറി നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ വാൾനട്ടോ അങ്ങനെയൊക്കെ ചേർക്കാം. അപ്പോൾ ഫില്ലിങ് റെഡി. പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ ഒന്ന് കുതിർന്നിരിക്കുന്നുണ്ട്. വല്ലാതെ തിക്കാവരുത്. റവയൊക്കെ കുതിർന്നിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, കട്ടയില്ലാതെ ഒന്ന് കലക്കി കൊടുക്കാം. ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ നമ്മളിത് ഒരു പാലട പോലെയാണ് ചെയ്യുന്നത്. റവ മാത്രമാകുമ്പോൾ ശരിക്കും അങ്ങനെ കിട്ടില്ല. കട്ടില്ലാതെ കലക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് ഒഴിക്കുമ്പോൾ ഓരോ തവണ എടുക്കുമ്പോഴും ഇതുപോലെ നന്നായി ഇളക്കി എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം റവ അങ്ങനെ അടിയിൽ ഇങ്ങനെ കിടക്കും, കട്ട പിടിച്ച് കിടക്കും. ഒരു തവി എടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഒരു 10 വട്ടത്തിൽ എടുക്കാം. ഇതിൻ്റെ മേലെ അല്പം നെയ്യ് തടവി കൊടുക്കാം.
ചെറുതായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിടാം. എല്ലാ ഭാഗവും ഇങ്ങനെ അടിയിലും നന്നായിട്ടൊന്ന് പൊരിയണം കേട്ടോ. ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെടുക്കാം. കണ്ടോ, ഇതുപോലെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാം ചെയ്ത് കൊടുക്കാം. ഇളക്കി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൽ തവി എടുക്കാം. ഇതിലെല്ലാം ഉപയോഗിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ ഒന്ന് പരത്താം. മാവെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് വെക്കാം. അപ്പോൾ ഒരു പുതുമയോട് കൂടിയിട്ടുള്ളൊരു ഷേപ്പിൽ നമുക്ക് ചെയ്യാം. ഒരു കുമ്പിൾ കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഇതുപോലെ ഒരു പീസ് എടുത്ത് അതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഓരോ പീസും ഇതുപോലെ കുമ്പിളായിട്ട് കുത്തിയിട്ട് ഈ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് രണ്ടും കൂടെ വരുമ്പോൾ നല്ല രസമാണ് കഴിക്കാനായിട്ട്. ഈ കോൺ ചെയ്യുമ്പോൾ അത് വിട്ട് പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് ഉറപ്പിക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഫില്ലിങ് വെക്കാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നെയ്യ് പുരട്ടിയിട്ട് ഒരല്പം പഞ്ചസാര വേണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് തേനോ
പുരട്ടി കഴിഞ്ഞാൽ വെറുതെ നമുക്ക് ചുരുട്ടി കഴിക്കാം. അപ്പോൾ ഇത് നമ്മൾ പണ്ട് കാലത്തൊക്കെ പാലട തയ്യാറാക്കും, വീട്ടിലൊക്കെ ചെയ്യാറുണ്ട്. അത് തേങ്ങാപ്പാലിലാണ്, മൈദയാണ് ചേർക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഈ മുട്ടയും തേങ്ങാപ്പാലും മൈദയും കൂടെ നല്ല ലൂസായിട്ട് കലക്കിയിട്ട് പാലടകൾ തയ്യാറാക്കും. അപ്പോൾ ഓരോന്നിൻ്റെ ഉള്ളിൽ നെയ്യ് പുരട്ടിയിട്ട് പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കും. എന്നിട്ട് ചുരുട്ടി ഒന്നിലേക്ക് 4 മടക്കിയിട്ട് അങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ വെറുതെ ചുരുട്ടിയിട്ട് കഴിക്കും. അത് നല്ല ടേസ്റ്റാണത്. ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരു കേടും ഉണ്ടാക്കാത്ത പലഹാരങ്ങളാണ്. സേഫായിട്ട് കഴിക്കാം, ആർക്ക് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ, അവർ അസലായിട്ട് കഴിച്ചോളും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഓരോ കുമ്പിൾ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് കഴിക്കാൻ പറ്റും, അത്രയും ചെറുതാണല്ലോ. നല്ല ടേസ്റ്റുമാണ്. ആ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ നെയ്യുടെ ഒരു മണവും ഒക്കെ കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് ഒരു വെറൈറ്റി സ്നാക്കായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻസൊക്കെ പറയണം, ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻസിലത് അറിയിക്കണം കേട്ടോ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്.